ഇതിനൊരു കപ്പ് അപ്പത്തിൻ്റെ മാവ ഈ പാത്രത്തിലോട്ട് ഇടാം. ആ സെയിം കപ്പ് തന്നെ അതിൻ്റെ അകത്ത് അര കപ്പ് തേങ്ങ തിരുമ്മിയതിട്ട് കൊടുക്കാം. ഒരു 3 കഷ്ണം ചെറിയ ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1 സ്പൂൺ ചെറിയ ജീരകം ഇട്ട് അധികം വെള്ളം ഒഴിക്കാതെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരും. അരിപ്പൊടിക്കകത്തോട്ട് ഇതേ 1 സ്പൂൺ എള്ളിട്ട് കൊടുക്കാം. 1 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ബട്ടർ ഞാൻ ഉണ്ടാക്കിയതാണ്. ചാനലൊന്ന് വാച്ച് ചെയ്യാമെങ്കിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. നല്ല ശുദ്ധമായിട്ടുള്ള ബട്ടർ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അരച്ച അരപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് കുഴച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവരുത്. മിക്സി കഴിയ വെള്ളം വെച്ച് വേണമെങ്കിൽ അല്പം ഇടയ്ക്ക് ഒന്ന് വെള്ളം തളിച്ചു കൊടുത്ത് കുഴച്ചെടുക്കണം. ഇത്രയും വെള്ളം മതി. ഉണ്ടോ? തോനെയും വെള്ളം ആവരുത്. നമുക്കിത് ചെറിയ ഉരുളകളാക്കി ഈ പ്ലേറ്റിലോട്ടിടാം. ഓക്കെ, ഒത്തിരി അങ്ങ് അമർത്തണ്ട. ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. ഇതേപോലെ നമുക്ക് ഈ പ്ലേറ്റിലോട്ട് ഇതെല്ലാം ആദ്യം അങ്ങ് ഉരുട്ടി വെക്കാം. നമ്മളതെല്ലാം ഉരുട്ടിയെടുത്തു. ഓക്കെ, ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. പണ്ട് നമ്മൾ ചിപ്സ്, ശർക്കര വരട്ടി ഇതൊക്കെയല്ലേ ഓണത്തിന്, പിന്നെ കളിയോടയ്ക്ക. അപ്പോൾ ആ കളിയോടയ്ക്ക ഇന്ന് ഞാൻ ഉണ്ടാക്കിയില്ലായിരുന്നു. അപ്പം നമുക്ക് ഇന്ന് നല്ലൊരു കളിയോടയ്ക്കയും കൂടെ ഓണത്തിൻ്റെ പലഹാരമായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഓയിലോട്ട് ഇട്ട് കൊടുക്കണം. അത് മൂത്ത് തുടങ്ങി ഇനി കോരിയെടുക്കാം. ഒത്തിരി ബ്രൗൺ കളർ ആക്കരുത്. ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പൊരിച്ചെടുക്കാം. പഴയകാല ഓർമ്മ പുതുക്കുന്ന ഒരു ഓണപ്പലഹാരം കളിയോടയ്ക്ക, അല്ലെങ്കിൽ ചീട എന്ന് പറയും. പണ്ടൊക്കെ കൊച്ചുനാളിൽ ഇത് ഉണ്ടാക്കി വെക്കും. നമ്മൾ ഇതിനകത്ത് ഓരോ പിടി വാരിക്കൊണ്ടാ കളിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ഓണ സ്പെഷ്യൽ പലഹാരം കളിയോടയ്ക്ക, അല്ലെങ്കിൽ ചീട എന്ന് പറയും. ഓക്കെ, ഇച്ചിരി കൂടെ ചെറുതായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. ഓരോരോ ഇഷ്ടം അനുസരിച്ചായിരിക്കണം ആ ബോളിൻ്റെ വലുപ്പം ഇരിക്കേണ്ടത്.